മാനസികമായ സംവേദനങ്ങളെ നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിക്കാം. വാർത്തകളുടെ ഏതെങ്കിലും ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഒരുപക്ഷെ ഈ സമീപകാലത്തെ ഒരു തലക്കെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു ദൃശ്യം, ഏതെങ്കിലും ശക്തമായ വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണർത്തുന്നുണ്ടോ? ആ വാർത്ത അല്ലെങ്കിൽ അതിൻ്റെ ആശയം മാത്രം ഓർമ്മിക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളിപ്പോൾ വിശകലനം ചെയ്യരുത്. ശാന്തമായി നിങ്ങളുടെ മനസ്സിൽ അവ നിലനിൽക്കട്ടെ. നിങ്ങളുടെ അവബോധത്തിൽ അത് തെളിയട്ടെ. ഈ വാർത്ത നിങ്ങൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ വായിച്ചപ്പോൾ, അല്ലെങ്കിൽ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ശാരീരികമായ സംവേദനമാണ് നിങ്ങൾക്കുണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് നിരീക്ഷിക്കുക. ഏതെങ്കിലും വാർത്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശാരീരിക സംവേദനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഊഷ്മളത, തണുപ്പ്, കിളി, അല്ലെങ്കിൽ കോപം, വിദ്വേഷം, പക, ഇങ്ങനെയുള്ള ഏതെങ്കിലും വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നിങ്ങൾക്ക് സാവധാനം മടങ്ങി വരാം. ഏതെങ്കിലും വാർത്തകളെക്കുറിച്ചോ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ചോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചോ യാതൊരു വിധിന്യായങ്ങളും സൃഷ്ടിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. യോജിപ്പ്, വിയോജിപ്പ്, കോപം, ഭയം, സങ്കടം, അല്ലെങ്കിൽ ആശയക്കുഴപ്പം തുടങ്ങിയ ചിന്തകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളെ അംഗീകരിക്കുക. അവയെ നിരീക്ഷണ വിധേയമാക്കുക മാത്രം ചെയ്യുക.
മനസ്സ് ഓരോ വാർത്തയും കാണുമ്പോൾ അവയെക്കുറിച്ച് വിധി പറയാതെ ശാന്തമായി വിശ്രമിക്കുവാൻ അനുവദിക്കുക. ശാന്തമായി പ്രകാരം നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ വാർത്തയിലേക്ക് ഞാൻ എന്ത് അനുമാനങ്ങളാണ് കൊണ്ടുവന്നത്? ഏത് വിശ്വാസങ്ങളാണ് ഈ വാർത്തകൾ സ്ഥിരീകരിച്ചത്? എന്നിലെ ഏത് പക്ഷപാതങ്ങളാണ് ശക്തിപ്പെടുത്തുന്നത്? ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, സ്വയം കുറ്റപ്പെടുത്തുവാനുമല്ല ശ്രമിക്കേണ്ടത്. തെറ്റായ വൈകാരികമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ വാർത്തകളും ആരെയും കുറ്റപ്പെടുത്തുവാനല്ലാതെ നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഉപകരിക്കത്തക്ക രീതിയിൽ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. പൂർണ്ണമായി ഒരു പക്ഷപാതത്തിനോടും ചേരാത്ത ഒരു മനസ്സ് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യുന്ന വാർത്തകൾ അനുകമ്പയോടെ ശ്രദ്ധിക്കുവാൻ, നിരീക്ഷിക്കുവാൻ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുക. വാർത്തകൾ അവതരിപ്പിക്കുന്നവർ, വാർത്തയുടെ ഉള്ളടക്കം, വാർത്ത കാണുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന നിങ്ങൾ എല്ലാവരോടും അനുകമ്പ നമ്മളിൽ വളർത്തുക. സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്പർശം നിങ്ങൾക്കും ഓരോ വാർത്തയുമായി ബന്ധപ്പെട്ടവർക്കും നൽകുക. ശാന്തമായി നിങ്ങളുടെ ഉള്ളിൽ ഇപ്രകാരം പറയുക: എൻ്റെ സമാധാനം സംരക്ഷിക്കാൻ ഞാൻ ആ സ്വാതന്ത്ര്യത്തെ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് എല്ലാ തലക്കെട്ടുകളും അറിയേണ്ടതില്ല. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഓരോ വാർത്ത കാണുമ്പോഴും കേൾക്കുമ്പോഴും ആവേശത്തിന് പകരം വിവേചനം പരിശീലിക്കുക. പ്രതികരണത്തിന് പകരം ശാന്തമായ ചിന്ത, മൗനം. ഭയത്തിനു പകരം ജ്ഞാനം അഭ്യസിക്കുക. നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. നിങ്ങളുടെ ശാരീരികമായ അവബോധം പൂർണ്ണമായി വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ച്, പരിസരത്തെക്കുറിച്ച് ബോധമുള്ളവരാവുക. നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ വളരെ സൗമ്യമായി ഒന്ന് ചലിപ്പിക്കുക.
ധ്യാനം അവസാനിച്ചു. Okay, good evening again. സംസാരമുണ്ടോ അവിടെ? ഓക്കെ, സംസാരം പോയെന്ന് തോന്നുന്നു. ഓക്കെ, ആർക്കെങ്കിലും നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പറ്റുന്നുണ്ട് സാറേ, ഓക്കെ, പറ്റുന്നുണ്ട്. ഓക്കെ. അമർജ്യോതി മാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് തോന്നുന്നു, ഡൗട്ട് ചോദിക്കാമെന്ന് തോന്നുന്നു. സാറേ, താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് നമ്മളതൊരു തമാശയായിട്ടല്ല സാധാരണ ആൾക്കാർ എടുക്കുക. അന്നരുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമ്മൾ നേരം വെളുത്ത ഉടനെ രാത്രി ഉറങ്ങാൻ നേരം ഇങ്ങനത്തെ ന്യൂസ് കേട്ടാൽ അന്നത്തെ ദിവസം നമുക്ക് പോയതാണ്. ശരിക്കും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള സമയത്താണ് കുട്ടികളൊക്കെ ഇങ്ങനത്തെ രാത്രി FIR അതുപോലത്തെ ഒക്കെ കണ്ട് എല്ലാ കുറ്റകൃത്യങ്ങളും ആവർത്തിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടാണ്. സാറ് പറഞ്ഞ പോലത്തെ വിദേശത്ത് അങ്ങനെയല്ല എന്ന് ഞാൻ പലരും പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ന്യൂസിലാൻഡിൽ ഒരിക്കലും ഒരാള് കുറെ ആൾക്കാരെ കൊന്നിട്ട് അയാളെ മുഖം പോലും കാണിക്കില്ല, ഫുൾ പെയ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പേര് വരെ പറയുന്നില്ല, അത്ര ഇതായിട്ട്. അതേസമയം നമ്മളവിടെ ഒരു സരിതയൊക്കെ ചെയ്തപ്പോ സരിതേനെയും കൊണ്ടുള്ള മേക്കപ്പ് എല്ലാം ഇടിച്ച സരിതേനെ ഇങ്ങനെ കൊണ്ട് നടന്ന് പിന്നെ കുറെ സരിതമാര് വന്നു. ശരിക്കും ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിലും ദേ ഗെറ്റ് മോട്ടിവേറ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പൊ ശരിക്ക് അത് ശുദ്ധോധനൻ സാറ് പറഞ്ഞ മാതിരി എല്ലാവരും അങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ അറിയില്ല. നമ്മൾ നല്ല ലെവലിലുള്ള ആൾക്കാർ എന്ത് ന്യൂസ് കേട്ടാലും ഭയങ്കര ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. അതേസമയം സാധാരണ ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല. അവര് കണ്ടത് അപ്പാട് വിഴുങ്ങി അത് പ്രചരിപ്പിക്കാൻ ഞാൻ ആ ന്യൂസ് എല്ലാം കേട്ടില്ലേ, നമ്മളെ നിർമ്മല സീതാറാമൊക്കെ പറയുന്നത്, അതൊക്കെ ശരിക്കും എത്ര ആൾക്കാരേക്കും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ ശരിക്കും നമ്മള് വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ. സാറേ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും? ഞാൻ ഷാജു. ഞാൻ പറയാം, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അത് വേറെ അങ്ങനെ ആരും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മളൊക്കെ ഒരു ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ, കൂടുതൽ അറിവ് കിട്ടാനായിട്ട് കൂടുതൽ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ്. ലൈബ്രറിയിലൊക്കെ പോയിരുന്ന വായിച്ചൊക്കെ ആണ്. എനിക്ക് 60 വയസ്സുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തുമാത്രം വർക്ക് ചെയ്യുന്നു അത്ര അറിവ് കൂടുതൽ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്തുമാത്രം കൂടുതൽ ന്യൂസ് വായിക്കുന്നുവോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോ കാണുകയോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ കൂടുതൽ കൺഫ്യൂഷനിലേക്കും കൂടുതൽ തെറ്റായിട്ടുള്ള വിവരങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം എല്ലാം ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾ ഓരോ കാര്യം പ്രസന്റ് ചെയ്യുന്നത്, ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സാറ് വളരെ പറഞ്ഞു, വളരെ കറക്റ്റാണത് കാര്യം. അത് നമുക്ക് എന്താണ് ഒരു സാറ് പറഞ്ഞ പോലെ കൂടുതൽ സന്തോഷം തരും. പക്ഷെ സന്തോഷം തരുന്നത് ആശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചാൽ, നമ്മളൊരു കഥ വായിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടോ ആസ്വദിക്കുന്ന പോലെ ഒരു ന്യൂസ് കണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളൊരു വളരെ തെറ്റായ ഒരു സത്യത്തിലേക്കാണ് പോകുന്നത്, നമ്മൾ നയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം. മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ അത് വിലയിരുത്തേണ്ടതിന്റെ വളരെ ആവശ്യമുണ്ട്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം അതാണ്. ഇതുവരെ അങ്ങനെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. തന്നെയല്ല, നമ്മൾ വാർത്ത വായിക്കുന്നതൊക്കെ നമുക്കറിയാം, ഇപ്പൊ ന്യൂസ് ചാനലിൽ വാർത്തയൊക്കെ വായിക്കുന്നത് ഭയങ്കര ഫുട്ബോൾ കമന്ററി ഒക്കെ വായിക്കുന്ന പോലെയാണ്. ഭയങ്കര ആവേശമാണ്. ഈ ആവേശത്തോടു കൂടി ഇമോഷന്റെ മേമ്പടിയല്ല, ഇമോഷനിൽ കുഴച്ചിട്ടാണ് നമ്മുടെ തലയിലേക്ക് തള്ളി തരുന്നത്. അപ്പൊ നമുക്കിതൊന്നും ചാനൽ മാറ്റാനോ ഒന്നും പറ്റില്ല. നമ്മൾ അതിനകത്തേക്ക് പെട്ടുപോവുകയാണ്. സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കും, സിനിമയുടെ ക്ലൈമാക്സ് രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്.
അപ്പൊ ഈ കൗൺസിലിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആൻസൈറ്റി ഉള്ള ആളുകൾക്ക് എൻ്റെ അടുത്ത് വന്ന് ഞാൻ സാധാരണ പറയാറുള്ളത്, നിങ്ങൾ ദയവായിട്ട് ന്യൂസ് ചാനൽ കാണരുത്, കാണുവാണെങ്കിൽ 5 മിനിറ്റ് ഒരു ചാനൽ കാണരുത്. അങ്ങനെ ഒരു 2-3 ചാനൽ കണ്ടാൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. അത് കൂടുതൽ കണ്ടതിനകത്ത് മുഴുകി പോകരുത്. മുഴുകി പോയാൽ നിങ്ങളുടെ അന്നത്തെ ദിവസം നെഗറ്റീവായി പോകും. നമുക്ക് കാരണം തന്നെയല്ല, ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസും ഇല്ലല്ലോ. നമ്മൾ ന്യൂസ് ശ്രദ്ധിച്ച വേറെ കാര്യം അറിയാതെ, മോഷൻ എന്ന് മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഒരു മനുഷ്യനും നല്ല കാര്യം ചെയ്താൽ അതൊന്നൊരു വാർത്തയല്ല, മോശം കാര്യം ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ വാർത്തയുള്ളത്. അത് ആളുകളുടെ ഒരു പ്രത്യേക വൈകാരിക അവസ്ഥ ചൂഷണം ചെയ്യാനുള്ളതാണ്. നമ്മൾ അതിനെതിരായിട്ട് വളരെ വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടതുണ്ട്. വളരെ നല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഭംഗിയായിട്ട് സാർ അവതരിപ്പിച്ചു. വളരെ സിമ്പിളായിട്ട്, അത്ര അല്പം സങ്കീർണമായ കാര്യമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സോ മെനി താങ്ക്സ്. താങ്ക് യു സാർ. താങ്ക് യു ഷാജി സാർ. സാർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കമന്റ് പറയുന്നതെന്ന് ഞാൻ അതെ, ഞാൻ അത്ര അത് ഞാൻ അധികം നാളായില്ല ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അത് കാരണം നമ്മൾ ഈ പറയുന്ന ഈ വാർത്ത എന്നൊക്കെ പറയുന്നത് അത് മിക്കവാറും ഒക്കെ നെഗറ്റീവ് ആണ് അല്ലേ, നല്ല കാര്യങ്ങളൊന്നും ഇല്ല, അത് വാർത്തയിൽ വരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെങ്കിലും നന്മ ചെയ്യുന്നു, നമ്മൾ ഈ സത്യാനന്തര കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയാണ്. സത്യം ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വലിയ പാടാണ് ഇപ്പൊ. ഇനി എവിടെയോ കിടക്കുവാണ്. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വേണം എത്താനായിട്ട്. അപ്പൊ അതിലേക്ക് ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടുപോയി. നമ്മൾ പിന്നെ ഒരു രക്ഷയില്ല. അതായത് ഭയങ്കര പ്രശ്നമാണ്. താങ്ക് യു സാർ. വെരി ഗുഡ് കമന്റ്സ്. താങ്ക് യു. വേറെ റോഹിത് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് സാറ് പറഞ്ഞ പോലെ ഇപ്പം മൈൻഡ്ഫുൾ ആയിട്ട് വാർത്തകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് സാറിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയും. ഇന്ന് ഈ 2 ദിവസമായി ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ഒരു സെക്യൂരിറ്റിക്കാരനെ സ്കൂട്ടർ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്യുന്നിടത്ത് അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവന് മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി പല്ല് പോയെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ വാട്ട്, വെൻ, ഹൗ, വൈ എന്ന് ഞാൻ ചിന്തിച്ചു. സ്കൂട്ടർ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവനെ തല്ലാൻ ഈ സംഭവം ഇതുപോലെ വലിയ പ്രശ്നമാക്കി ഈ വാർത്തയിൽ വരാൻ എന്താ കാരണം? അപ്പോൾ അതിനകത്ത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവായി. ഓക്കെ. രണ്ടാമത്, ഒരു സെക്യൂരിറ്റിക്കാരൻ ഇങ്ങനെ തല്ലുകൊള്ളുന്ന രീതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? അപ്പോൾ ഒന്നുകിൽ അവൻ പ്രയോഗിച്ച വാക്കുകളാവാം, ഇത് എൻ്റെ പണിയാണ്, ഇവിടെ വെച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, കാരണം എനിക്ക് കാശ് തരുന്നത് ഇതൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവൻ കയറി തല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ആരാണെന്നറിയാവോ, എന്നോടാണോ നീ പറയുന്നത് എന്ന രീതിയിൽ വരാം. അപ്പോൾ ഞാനത് മൈൻഡ്ഫുള്ളായിട്ടൊരു അസസ്മെൻറ്റ് നടത്തിയൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പൊതുവെ എന്ത് കഷ്ടമാണ് ഇപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോയ എന്താണ് എന്നുള്ള രീതിയിൽ ആ വാർത്ത അതേപടി എടുത്തുകൊണ്ട് നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് വേറെ. ഇപ്പോൾ 4 പേരോട് പറഞ്ഞു, സെക്യൂരിറ്റിക്കാരനെ വിളിച്ചിട്ട് അവൻ എന്തോ കാണിച്ചു, അവൻ വേറെ വല്ലതും കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ആ വാർത്ത ഷെയർ ചെയ്തു. അപ്പോൾ ഏതായാലും എനിക്ക് മൈൻഡ്ഫുള്ളായിട്ട് ആ ന്യൂസ് കാണാനും പറ്റുന്നുണ്ട്. ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമായിരുന്നു. സാറാ ഹൗ ടു ഹിയർ മൈൻഡ്ഫുൾ ന്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് അസസ് ചെയ്ത് നോക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മൈൻഡ്ഫുള്ളായിട്ട് എങ്ങനെ വാർത്ത കാണാമെന്നുള്ളതിനെ കുറിച്ച് ഇതിൽ കൂടുതൽ ഗൈഡ്ലൈൻസിൻ്റെ ആവശ്യം. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും സാറിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒക്കെയാണ് സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റോയ് സാറൊക്കെ എപ്പോഴും ക്ലാസ് കേൾക്കുന്നതാണ്. ഞാൻ ന്യൂസ് സാറ് പറഞ്ഞതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ സാറ് പുറത്താണെന്ന് എനിക്കറിയാം. വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഒരു ന്യൂസ് പേപ്പറോ ന്യൂസ് ചാനലോ കാണുന്നില്ലാത്തൊരു വ്യക്തിയാണെന്ന് സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക, അതറിഞ്ഞില്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത ആളുകളാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാനും ഇപ്പം നാട്ടിലല്ല, കോയമ്പത്തൂരാണെന്ന് അറിയാലോ. എന്നാലും ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് റേഡിയോയിൽ നിന്നായിരുന്നു എനിക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ എനിക്കത് അവൈലബിൾ ആണല്ല, എന്താണെന്നറിയില്ല മലയാളം.
കിട്ടുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് പക്ഷെ ഇതുപോലെ തന്നെയാണ് ഞാനും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ന്യൂസ് അറിയാതിരിക്കുക, നാട്ടിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താ സംഭവിക്കുക, ലോകത്ത് എന്താ സംഭവിക്കുക എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും ഇതുപോലെ തന്നെ അറിഞ്ഞില്ലെങ്കിലും ജീവിക്കാം, നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാമെന്ന് സാറിൻ്റെ ജീവിതത്തിലൂടെയും എൻ്റെ ജീവിതത്തിലൂടെയും എനിക്കൊരു എക്സാമ്പിളാണ് പറയാനുള്ളത്. പിന്നെ ഇങ്ങനെയൊരു ഈ വാർത്തകളുടെ ഒരു അതിപ്രസരം, അത് നെഗറ്റീവ് വാർത്തകളുടെ അതിപ്രസരം, അത് ഇപ്പം ഇതിനു മുമ്പൊരു എപ്പിസോഡിൽ ഇങ്ങനെ റോയ് സാർ അതേക്കുറിച്ച് പറയുണ്ടായി. നെഗറ്റീവ് വാർത്തകളാണ് അധികം പ്രചരിക്കുക, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കുറവായിരിക്കും. അങ്ങനെ എന്തെങ്കിലും വന്നാലും അത് ഇടാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ 100 പേരെടുത്താൽ നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു 99 പേരെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, 100 പേരും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ വളരെയധികം അഡിക്ഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ തന്നെ അത് രാവിലെ മുതൽ ഇങ്ങനെ ന്യൂസ് ചാനൽ മാറി അല്ലെങ്കിൽ സോഷ്യൽ ഫോണിലോ ഒക്കെ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അവർക്ക് അവരുടെ സംസാര വിഷയം ഇതാണ്, മറ്റുള്ളവരോടുള്ള ഒരു കമ്പാഷനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതാണ് അവരുടെ സ്പിരിറ്റ്, അവരുടെ ഇമോഷൻ എന്താണ്. പലപ്പോഴും രണ്ടുപേരുകൾ തമ്മിൽ അടി ഉണ്ടാകുന്നവരെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുക അവന് വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഒരാൾ ന്യൂസ് ചാനലാണെങ്കിൽ വേറൊരാൾ ചിലപ്പം അടുത്ത സീരിയലായിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ സാറിൻ്റെ ഒരു ഏറ്റവും കാര്യപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാറ് ഏറ്റെടുത്തിരിക്കുന്നത്, ഞങ്ങളിലേക്ക് ഇത് പകർന്നു തന്നത്. എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ. ഈ പ്ലാറ്റ്ഫോമിലുള്ളവർ പലർക്കും തന്നെ അതിൽ നിന്നുള്ള ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിനെ സമീപിക്കാനും കഴിയുന്നുണ്ടെന്നുള്ളതും ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. സാറിന് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. താങ്ക് യു ഷാജി. ഓക്കെ, ജോർജ് സാർ, സാറേ എന്തെങ്കിലും? ഞാൻ താങ്ക് യു എന്നാ പറഞ്ഞേ. എന്തോ? ഞാൻ താങ്ക് യു എന്നാ പറഞ്ഞത്. താങ്ക് യു. ഞാൻ കേട്ടു. താങ്ക് യു സാറേ. അപ്പൊ ജോർജ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ഓക്കെ, വെൽക്കം സാർ. താങ്ക് യു മാം. ആനന്ദ് സാറേ, ഒത്തിരി സന്തോഷം. ഇത് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മളെ ഒന്ന് തട്ടി ഉണർന്നത്. എനിക്ക് പത്രം ഒന്നും വായിച്ചില്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങിയാൽ അത്രയും കുഴപ്പമില്ല, പത്രം മുഴുവൻ പേജും വായിക്കണം. അതുപോലെ ആ ലൈൻ ന്യൂസുകളെങ്കിലും നോക്കിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ ഒരു ദാഹം പോലെ പണ്ട് ചാനൽ ചർച്ചകൾ കേൾക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഏകപക്ഷീയമായി അവരുടെ താല്പര്യങ്ങൾ നിഗൂഢമായി നമ്മളിലേക്ക് മധുരം ചേർത്ത് വിഷം തിന്നുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു പ്രയോഗം. അത് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചാനൽ ചർച്ചകൾ ഒട്ടും കേൾക്കാറില്ല, തീരെയില്ല, വർജിച്ചു. ഇത് ഈ അപവാദ പ്രചരണം വലിയൊരു ഗൂഢ ലക്ഷ്യം നിറവേറ്റാൻ പറ്റിയ ഒരു ആയുധമാണ്. അതിനൊരു സമീപകാല സംഭവം ഞങ്ങളുടെ നാട്ടിലുണ്ടായത് എനിക്ക് നല്ലതായിട്ട് അറിയാം. അത് ചില ജന്മങ്ങൾ അങ്ങനെയാണ്, അവർക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ എന്താ ചെയ്യണേ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിപ്പോയി. അതങ്ങനെ അവരുടെ ആ ജന്മ സ്വഭാവത്തിന്റെ സവിശേഷതകളാണ്. അതിൽ നിന്നുള്ള ആ ഗന്ധമല്ലേ അവർക്ക് പുറപ്പെടുവിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സാറേ, ഓർമ്മപ്പെടുത്തലാണ്. ഇതൊക്കെ ഒഴിവാക്കിയാലും ഇപ്പൊ 6 മാസം ഞാൻ ഇത് ഒഴിവാക്കി, പത്രമൊന്നും കാണാതെ വായിക്കാതെ ഇരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. അതെ വീണ്ടും ഇത് ആവർത്തിച്ച് ഒന്നുകൂടെ ഉറപ്പിക്കുക, ഇതൊക്കെ വേണ്ടിയില്ലാത്ത കുറെ ശീലങ്ങൾ അതെന്നോ എവിടെന്നോ അടിച്ചു കയറ്റിയതാണ്. ഇപ്പൊ ആദ്യം ആരോ സൂചിപ്പിച്ചല്ലോ, പത്രം വായിക്കണം, ജനറൽ നോളജ് കിട്ടണം, നമ്മൾ ലോകം അറിയണം എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ഒരു കാലത്തിന്റെ ബാക്കിയാ. ആ സോഫ്റ്റ്വെയർ അവിടെ വന്ന് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് കുഴപ്പമൊന്ന് തോന്നിപ്പോകുന്നു. എന്തായാലും തിരുത്താൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. സാറിന്റെ ഓർമ്മപ്പെടുത്തലുകൾക്ക് ഒത്തിരി നന്ദി, സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. ടീച്ചറിന് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടാവും? ടീച്ചറുണ്ടോ? ഗുഡ് ഈവനിങ് സർ, എല്ലാവർക്കും നമസ്കാരം. സാറിവിടെ പറഞ്ഞതില് 4 പോയിന്റുകളാണ് പറഞ്ഞത്. അതിൽ 4ാമത്തെ പോയിന്റ് അപ്ലൈയിങ് മൈൻഡ്ഫുൾ ടു ന്യൂസ് കൺസംഷൻ. അതാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം.
അതായത് സാറ് പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങൾ, നമ്മുടെ ഇവിടെ സെൻസേഷണൽ ന്യൂസുകൾ മാത്രമാണ് സാറേ, ഇന്ത്യയിൽ മൊത്തം അത് തന്നെയാണ്. ഏത് ചാനൽ എടുത്താലും ഇനി ഡൽഹിയിൽ നിന്നുള്ള ന്യൂസ് ആണെങ്കിൽ കൂടി ചായ്വുകളുള്ളതും സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ജനതയ്ക്ക് വേണ്ടിയായിരിക്കാം, അവരുടെ മനസ്സിന് ആശ്വാസം കൊടുക്കുന്നതിനും. കാരണം രാജ്യത്തിന് എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ മനുഷ്യരെ കൊണ്ട്, മാൻ പവർ വെച്ച് എന്നുള്ളതിന് വേണ്ടിയായിരിക്കും അവർ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ ഭരണയന്ത്രം ഇതിൽ അത്ര ശ്രദ്ധ കൊടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിന് സാറിന്റെ അഭിപ്രായം എന്താണ്? ഓക്കെ, എനിക്ക് അതേക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഇപ്പം പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല. ഇപ്പൊ അമേരിക്ക, ഞാൻ ഒരു ഇതുപോലെ തന്നെയാണ് CNN-ഉം BBC സാധാരണ ആളുകൾ കേൾക്കാറും അല്ലെങ്കിൽ കാണാറുള്ള ചാനലുകളാണ്. ഞാൻ അത് രണ്ടും ഞാൻ കാണാറില്ല. കാരണം അവർ വളരെ ബയസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അവർ പറയുന്ന വാർത്തകളും സത്യസന്ധമല്ല. ഞാൻ മലയാളത്തിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ഞാൻ മറ്റു രാജ്യങ്ങളിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും ഞാൻ കാണാറില്ല. ഞാൻ ഇവിടുത്തെ ന്യൂസ് മാത്രമേ കാണാറുള്ളൂ. വളരെ അപൂർവമായിട്ട് ജർമ്മനിയിലുള്ള ന്യൂസുകളും വളരെ അപൂർവമായിട്ട് ഞാൻ കാണാറുണ്ട്. അത് അമേരിക്കയിൽ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലുള്ളതുപോലെ ഒത്തിരി ചാനലുകൾ, ഒരുപക്ഷെ ആയിരക്കണക്കിന് ചാനലുകൾ കാണും. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ചാനലുകളുടെ നമ്പർ എനിക്ക് അറിയില്ലെങ്കിലും അവരും ഈ ലോക്കൽ ചാനലുകളൊക്കെ ഒത്തിരി സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CNN എന്ന് പറയുന്ന ഒരു ബയസ്ഡ് ആണ്, അവർ ഒരു നിഷ്പക്ഷമായിട്ടുള്ളതല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജനറൽ ആയിട്ട് പറയുന്ന ഇന്ത്യയിൽ ഇത് അങ്ങനെയാണ് എന്ന് പറയുകയും വിദേശങ്ങളിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടുത്തെ കാര്യം എനിക്ക് തീർച്ചയുണ്ട്. കാരണം അവർ സെൻസേഷണൽ ആയിട്ടല്ല, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ആരും പറയാറില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ ചാനൽ ചർച്ചകളുണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. പലപ്പോഴും വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. പക്ഷെ അത് വളരെ ശാന്തമായിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് അതിന് വേണ്ടി ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മറ്റൊരാൾ തുടങ്ങുന്നു. അതിനെല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ചർച്ചകളിൽ, രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ അധികം ഇല്ല, ഒട്ടും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ ഉള്ളതേ ഉള്ളൂ. ഇനി ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, എന്തുകൊണ്ടാണ് അത് നടക്കുന്നതെന്ന് ചോദിച്ച്, ഇന്ത്യയിൽ അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമല്ല, നിയമപരമായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഓരോരുത്തരും അവരുടേതായ ഒരു സംസ്കാരം, ഒരു മാധ്യമ സംസ്കാരം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് 1 മിനിറ്റ്, ഈ ഗോസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്, അവരുടെ ചാനലിന്റെ പേര് എനിക്കറിയില്ല, 1 മിനിറ്റ് ആ മനുഷ്യന്റെ ചർച്ച അല്ലെങ്കിൽ അവരുടെ ചോദ്യം 1 മിനിറ്റ് എനിക്ക് കണ്ടിരിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ അസ്വസ്ഥമാകും. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യും. ഞാനത് അങ്ങനെ ചില സന്ദർഭങ്ങളിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ കാണുന്നതാണ്. ഞാൻ കാണാൻ വേണ്ടി നോക്കുന്നതല്ല, ആരെങ്കിലും അയച്ചു തരുന്നത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നത് കാണുന്നതാണ്. ഐ കാൺ ഒരു മിനിറ്റ് കൂടുതൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ദ വേ ഹി പ്രസൻസ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു മാധ്യമ സംസ്കാരം നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത് നിയമപരമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. കാരണം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വേണം, റീഡേഴ്സിനെ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരമായിട്ട് നമുക്ക് മാറിപ്പോയി. അത് ദൃശ്യ മാധ്യമങ്ങളിലേക്ക് വന്നപ്പോഴേക്കും അതും തന്നെ വന്നു. പിന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശുദ്ധോധനൻ സാറ് പറഞ്ഞായിരുന്നത് എന്തുകൊണ്ട് നമുക്ക് വിട്ടുകളയാം, പക്ഷെ അത് സാധിക്കില്ല. കാരണം ഇതിനകത്ത് ഇത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. കൈൻഡ് ഓഫ് അതൊരു അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ അത് അവരുടെ ഡോപ്പമൈൻ ഒന്നും വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് ആ രീതിയിലായിപ്പോയി. ഇതാണ് എന്റെ ഉത്തരം. അതുപോലെ ന്യൂസ് കൺസംഷൻ അത് എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? എനിക്ക് കേൾക്കുന്നില്ല, വിട്ടുപോകുന്നുണ്ട്. വൈ ഈസ് ഇറ്റ് ഹാംഫുൾ എന്നുള്ള അതിന്റെ ആണോ എന്നറിയാൻ വയ്യ. അപ്ലൈങ് മൈൻഡ്ഫുൾനെസ് ടു ന്യൂസ് കൺസംഷൻ. മൈൻഡ്ഫുൾനെസ് കൊടുക്കുക. ന്യൂസ് കൺസംഷൻ നടത്തുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ന്യൂസുകൾ പിന്നെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് സാർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ എന്റെ ഈ ടോക്കിന്റെ മുഴുവൻ സാരസംഗ്രഹം എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് മൈൻഡ്ഫുൾനെസ്. യെസ്,
എനിക്ക് ആ ആ. ചോദ്യം കൃത്യമായിട്ട് വ്യക്തമായില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഉത്തരം ശരിയായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കേൾക്കുമ്പോൾ അല്പം വിട്ടു പോകുന്നുണ്ട്. അത് പോയി സാറേ ഇതിലേ നമ്മളെ ന്യൂസ് കൺസംഷൻ നടത്തുമ്പോഴത്തേക്ക് വാട്ട്, വെൻ, ഹൗ ആൻഡ് വൈ ഉം. അങ്ങനെയുള്ള ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യണമെന്ന് സാർ പറയുന്നുണ്ട്. ആ ഓക്കെ. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഒരു ന്യൂസ് കാണുമ്പോൾ നമുക്കത് ആവശ്യമുള്ളതാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ന്യൂസിനെ നമ്മൾ സമീപിക്കേണ്ടത്? അതിന് നമുക്ക് എന്താണ് കിട്ടുന്നതെന്നൊരു ന്യൂസ് കേൾക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കേട്ടല്ലേ പറ്റുള്ളൂ. ഇല്ല. ഓക്കെ. ഇത് ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പം ഒരു ഫാമിലിയില് 2 പേരുണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പം മക്കളൊക്കെ പ്രായമായി പോയി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. 2 പേര് കാണാൻ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ വ്യക്തികളും എനിക്കെന്താണ് അറിയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, അത് എപ്പോഴാണ് അറിയേണ്ടതിനെക്കുറിച്ച് ഒക്കെയുള്ള ഒരു ഇന്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, ഇത് രാവിലെ തൊട്ട് മുഴുവൻ കേൾക്കണമോ? ഒന്നാമത് ഇത് വളരെ വിരസമായ ഒരു കാര്യമാണ് ഈ വാർത്ത കേൾക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളം ചാനലിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവർത്തനം ഒത്തിരി ഉള്ളതാണ് വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയും എനിക്കെന്താണ് അറിയേണ്ടത്, അത് എപ്പോഴാണ് അറിയേണ്ടത്, എങ്ങനെയാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഏത് ചാനലിൽ നിന്നാണ് അറിയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇന്റൻഷനോട് കൂടി വെക്കുക. അല്ലാതെ നമ്മൾ രാവിലെ എനിക്കറിയില്ല നാട്ടിൽ എപ്പോഴാണ് നിങ്ങളുടെ സമയത്ത് ചാനലുകളിൽ വാർത്തകൾ വരുന്നതെന്ന് എനിക്കറിയില്ല. 7 മണിക്കായിരിക്കാം, 8 മണിക്കായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കേട്ടു, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് കേട്ടു, വൈകിട്ട് കേട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി കിടക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞ സംഗതി മുഴുവൻ ഫുള്ളായി. പിന്നെ അസ്വസ്ഥമാണ്. നമുക്ക് ഭയമുണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ബയസ് ഉണ്ടാകും. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോട് കൂടിയാണ് നമ്മൾ ഈവൻ കിടക്കാൻ പോലും പോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ദുസ്വപ്നങ്ങൾ കണ്ടെന്ന് വരാം, ബ്ലഡ് പ്രഷർ കൂടിയെന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം നമ്മളിൽ തന്നെ നമ്മൾ സൃഷ്ടിക്കുക. എനിക്ക് എന്ത് കേൾക്കണം, എപ്പോൾ കേൾക്കണം, ഇത് മുഴുവൻ കേട്ടിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ സാർ. അങ്ങനെയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ, ജോർജ് സാറൊക്കെ പറഞ്ഞതുപോലെ ഇപ്പൊ ന്യൂസ് അധികം കേൾക്കാൻ താല്പര്യം തോന്നുന്നില്ല. സാർ പറഞ്ഞതുപോലെ എല്ലാ ന്യൂസും ഒന്നിന്റെ തുടർച്ചയായിട്ടാണ്, അല്ലെങ്കിൽ അത് തന്നെ കോപ്പി ചെയ്താ വരുന്നത്. അപ്പോൾ ന്യൂസിനോട് അത്ര താല്പര്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻസ് നോക്കി പോയില്ല എങ്കിൽ സാറ് പറഞ്ഞതുപോലെ എന്തോ ഒരു നമ്മള് എന്തോ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ അന്നത്തെ തലേ ദിവസം എന്താ നടന്നത്, അല്ലെങ്കിൽ നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ പോകുന്നത് ഒരു ഇല്ലിറ്ററസി പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ന്യൂസുകൾ ഇല്ല സാറേ. ഇപ്പോ പത്രത്തിൽ അങ്ങനെ നല്ല ന്യൂസ് ഇല്ല. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പേപ്പർ നോക്കുന്നത് കൊണ്ട് നടക്കുന്നത്. താങ്ക് യു സാർ. എന്തായാലും വളരെ സന്തോഷം. ടീച്ചർ ഇനി ഇതൊന്നും പത്രം വായിക്കാനൊന്നും പോകണ്ട. കാരണം ഇനി ഒരു PSC ടെസ്റ്റ് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓക്കെ, സോ ഇനി വായിക്കണ്ട ടീച്ചർ. ഓക്കെ, അതല്ല സാറേ, എനിക്ക് എഴുതാനല്ല സാറേ, മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാലോ. പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അയ്യോ, താങ്ക് യു സാർ. നല്ല കമന്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ നല്ല മൈൻഡ്ഫുൾനെസ് ആയത് ഇപ്പോഴാ ശരിക്കും. ടീച്ചറിന് സത്യം. സന്തോഷമായി. അതെ സാർ, അങ്ങനെ ഫ്രഷായി ഞാൻ. സാറ് പിന്നൊരു കാര്യമുണ്ട്, സാറിന്റെ ബെനിഫിറ്റ്സ് ശരിക്കുണ്ട്. അത് സാറ് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ അത് അടുത്ത ക്ലാസ്സിൽ കാണുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഇപ്പം നമുക്ക് ബെനിഫിറ്റ്, ഞാനത് സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെനിഫിറ്റ് ഇനി ഇതെല്ലാം ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി അറിയാം, നമുക്കറിയാം. ഇത് അറിയാം സാറേ, അറിയാം. എന്നിരുന്നാലും പിന്നെ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങൾ സാറിന് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. ഇതിനൊക്കെ കൂടുതൽ പഠിച്ചതുകൊണ്ടേ. മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാം അന്വേഷിക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള കാര്യമല്ലേ. സന്തോഷം, സമാധാനം, ശാന്തി, ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങോട്ട് ഉപസംഹരിക്കാം. ഓക്കെ, ഇതൊക്കെ അത് നമ്മുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് ആയിട്ട്
Okay, sir. Thank you, Okay. sir. Thank you. Okay, anybody? തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, നമുക്ക് നിർത്താം അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സാറേ? Okay, okay, yeah, thank you. Thank you very much, and then have a nice evening and good night to you all. Okay, bye bye. Good night, sir. Good night. Good night. Good night, bye. Thank you.